ونشهد أن سيدنا مولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين صدق الله العلي العظيم قال رسول الله صلى الله عليه وسلم إني تارك فيكم أمرين لا تضلوا ما تمسكتم بهما كتاب الله وسنتي أو كما قال عليه الصلاة والسلام. ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, ഏവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനവ ലോകത്തിന് മാർഗദർശനത്തിനായി സർവ്വലോക സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച അന്തിമവും സമ്പൂർണമായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആന്റെ അർത്ഥം തന്നെ വായിക്കപ്പെടുന്നത് എന്നതാകുന്നു. പരിശുദ്ധ ഖുർആൻ അവതീർണമായതോടുകൂടി ഗതകാല ഗ്രന്ഥങ്ങൾ മുഴുവൻ മസ്തിരപ്പെട്ടു പോയി. തൗറാത്താകട്ടെ അത് പലകകളിലാണ് ഇറക്കപ്പെട്ടത്. പലകകൾ നശിച്ചു പോയതോടുകൂടി തൗറാത്ത് നശിച്ചു. എന്നാൽ ഇഞ്ചീലാകട്ടെ അത് തോലുകളിലാണ് ഇറക്കപ്പെട്ടത്. ഇഞ്ചീൽ നശിച്ചതോടെ തോലുകൾ നശിച്ചതോടെ ഇഞ്ചീൽ നശിച്ചു. അതായത് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാവുകയാണ് ഉണ്ടായത്. എന്നാൽ സഹോദരന്മാരെ, നാം ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ ഖുർആൻ എന്നുള്ളത് അത് ഹൃദയങ്ങളിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ മുഴുവൻ ബുദ്ധിജീവികളും ആ ഖുർആനിന്റെ മുന്നിൽ, ലോകത്തിലെ മുഴുവൻ ബുദ്ധിജീവികളും കവികളും ആ ഖുർആന്റെ മുന്നിൽ മുട്ടുകുത്തിപ്പോയത്. സഹോദരന്മാരെ, നാം ചിന്തിക്കേണ്ടതുണ്ട്. ഖുർആന്റെ അധ്യാപനത്തിലൂടെ ദുസ്വഭാവങ്ങൾ മുഴുകിയിരുന്നവർ സ്വഭാവ ശുദ്ധീകരണത്തിന്റെ ഗുരുക്കന്മാരായി മാറി. കള്ളന്മാർ, ആ കാലഘട്ടത്തിലെ കള്ളന്മാർ ജനങ്ങളുടെയും അവരുടെയും സമ്പത്തിനെ സംരക്ഷിക്കുന്നവരായി മാറി. അജ്ഞതയിലും അഹന്തയിലും കഴിഞ്ഞവർ ജ്ഞാനികളും വിജ്ഞാനിതരുമായി മാറി. ഇത് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തിലൂടെ മാത്രമാണ്. ഒരിക്കൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് ഒരു സഹാബി വന്ന് ചോദിക്കുകയുണ്ടായി, നബി തങ്ങളുടെ സ്വഭാവം എപ്രകാരമായിരുന്നു? മഹദി അവർകൾ അവിടെ നിന്ന് പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ, നബി തങ്ങളുടെ സ്വഭാവം എന്നുള്ളത് അത് പരിശുദ്ധ ഖുർആനായിരുന്നു എന്നാണ് മഹദി അവർകൾ അവിടെ നിന്ന് പറഞ്ഞത്. നബി തങ്ങളുടെ സ്വഭാവം തന്നെ ഖുർആനെ പിൻപറ്റിയുള്ള ജീവിതമായിരുന്നു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. എന്നാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഉപേക്ഷിച്ചിട്ട് പോകുന്നു. അതിൽ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇരു ലോകത്ത് നിങ്ങൾക്ക് വിജയം ഉറപ്പാണെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, ഇവിടെ നാം ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ച ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിനെ ആര് പിൻപറ്റി ജീവിക്കുന്നോ അവൻ ഇരു ലോകത്ത് വിജയിക്കുന്ന
ജീവിക്കുന്നതാണ്. അത് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഗ്രന്ഥം. അതിനെ ആര് പിൻപറ്റി ജീവിച്ചാലും ഇരു ലോകത്തും വിജയം ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സുന്നത്തു റസൂലില്ലാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, ചര്യയാണ്. ഇതിനെ ആര് മുറുകെ പിടിച്ച് ജീവിച്ചോ, ഈ രണ്ട് കാര്യങ്ങൾ ആര് മുറുകെ പിടിച്ച് ജീവിച്ചോ, അവൻ ഈ ലോകത്തും വിജയിക്കുന്നതാണെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ ഈ ലോകത്തിന് ആഗോള പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് ഏക മാർഗം എന്നുള്ളത് അത് പരിശുദ്ധ ഖുർആനെ പിൻപറ്റുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കി ഒരു തത്വചിന്തകൻ പറയുകയുണ്ടായി, വേദങ്ങളുടെയും പുരാണങ്ങളുടെയും കാലം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ പ്രപഞ്ചത്തെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അതിന് കഴിവുള്ള ഏക ഗ്രന്ഥം എന്നുള്ളത് അത് പരിശുദ്ധ ഖുർആനാണെന്ന് ഒരു തത്വചിന്തകൻ പോലും പറയുകയുണ്ടായി. സഹോദരന്മാർ, ഇവിടെയെല്ലാം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഖുർആനിന്റെ ശക്തിയും ഖുർആനിന്റെ മഹത്വങ്ങളുമാണ്. മാത്രമല്ല ഖുർആൻ പറയാത്ത ഒരു കാര്യവും ഖുർആനില്ല. അതായത് ദൈവങ്ങൾ, പ്രവാചകന്മാർ, മലായികത്ത്, ജിന്നുകൾ, മാത്രമല്ല സമൂഹങ്ങൾ, ജനങ്ങൾ, കുടുംബബന്ധം എന്ന് വേണ്ട സ്വർഗം, നരകം, മഹ്ശറ, വൻസഭ, ദുനിയാവ്, പരലോകം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സഹോദരന്മാരെ, നാം വളരെ ഏറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഖുർആനിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാര്യവും ഖുർആനിലില്ല. എല്ലാ ഭാഗത്തും എല്ലാ കാര്യങ്ങളും ഖുർആൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ 14 നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും പല നിലയ്ക്കും ഒന്നാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുന്നത് അത് പരിശുദ്ധ ഖുർആനാണ്. അതായത് ഈ ലോകത്ത് ഏതെല്ലാം മതങ്ങളുണ്ടോ, ഈ ലോകത്ത് ഏതെല്ലാം രാജ്യങ്ങളുണ്ടോ, ഏതെല്ലാം ഭാഷകളുണ്ടോ, ആ ഭാഷ ഏതെല്ലാം മതങ്ങളിലുള്ള ഏതെല്ലാം രാജ്യങ്ങളിൽ പരിശുദ്ധ ഖുർആൻ അത് അറബിയിൽ തന്നെയാണ് ഖുർആൻ ഓതുന്നത്. പക്ഷേ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനഃപ്പാഠമാക്കുന്ന ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാണ്. വേറെ ഒരു ഗ്രന്ഥമില്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനഃപ്പാഠമാക്കുന്ന ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാണ്. അതുപോലെ തന്നെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, രണ്ട് കാര്യങ്ങളുടെ മേലെല്ലാം നിങ്ങൾ അസൂയ വെക്കാൻ പാടില്ല. അതിലൊന്നാമത്തെ കാര്യമായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞത് ഒരു കാര്യം എന്നുള്ളത് ഖുർആനുമായി ഇഴുകി ജീവിക്കുന്നവർ, അതായത് രാപ്പകലുകൾ ഖുർആനുമായി ഇഴുകി ജീവിക്കുന്നവരാണ്, അതിനെ പാരായണം ചെയ്യുന്നവരാണ്. ഇവരോടല്ലാതെ അസൂയ വെക്കാൻ പാടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി തരികയുണ്ടായി. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥത്തിൽ നിന്ന്, പരിശുദ്ധ കലാമിൽ നിന്ന് ഒരു ഹർഫ് ഓതുകയാണെങ്കിൽ അവന് ഒരു നന്മ ലഭിക്കുന്നതാണ്. ആ ഒരു നന്മ എന്നുള്ളത് 10 നന്മകൾക്ക്, 10 പ്രതിഫലങ്ങൾക്ക് സമാനമാണ്. ആ ഒരു വലാ തഖൂൽ വലാ അഖൂൽ അലിഫ് ലാം മീം ഹർഫ് വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. ഞാൻ പറയുന്നില്ല അലിഫ് ലാം മീം എന്നുള്ളത് ഹർഫാണെന്ന്, മറിച്ച് അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. ഇത് മൂന്ന് ഹർഫുകളാണ്. ഇതിനെ ഒരു മനുഷ്യൻ ഓതുകയാണെങ്കിൽ ഒരു നന്മ വീതം, ഒരു നന്മയ്ക്ക് 10 നന്മകൾ വീതം ലഭിക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. സഹോദരന്മാരെ, നാം ഖുർആനിന്റെ അമാനുഷികതയിലേക്ക് കടക്കുകയാണെങ്കിൽ, ഖുർആന്റെ അമാനുഷികതയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന തെളിഞ്ഞ ബുദ്ധിയും ഹൃദയമുള്ള ഏതൊരു സത്യാന്വേഷിയും തലകുണിക്ക് സമ്മതിച്ചു പോകും. ലോകത്തിന്റെ ശാസ്ത്രീയ പുരോഗതിക്കും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക ഉന്നമനത്തിനും ആദർശിതയായി വർദ്ധിക്കുന്നത് അത് പരിശുദ്ധ ഖുർആനാണ്. ഈ ഖുർആനാണ് പോളണ്ടിലെ ജൂത കുടുംബത്തിൽ ജനിച്ച ലിയോ ബോട്ട് ബേസിനെ മുഹമ്മദാക്കി മാറ്റിയത്. ഈ ഖുർആനാണ് ഗായകനായിരുന്ന കാറ്റ് സ്റ്റീവൻസിനെ യൂസുഫുൽ ഇസ്ലാമാക്കി മാറ്റിയത്. ഈ ഖുർആനാണ് ഗുന്നാർ എറിക്സനെ മുഹമ്മദാക്കി മാറ്റിയത്. ഗുന്നാർ എറിക്സൻ ഇസ്ലാമിലേക്ക് വരാനുള്ള ഒരു കാരണം അദ്ദേഹം രചിക്കുകയുണ്ടായി. അദ്ദേഹം പറയുകയുണ്ടായി, ഒന്നാമത്തെ കാരണം അദ്ദേഹത്തിന്റെ ചെറിയ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വിശദീകരിക്കാം. അദ്ദേഹം പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ചു കേൾക്കാം. ഒരിക്കൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ, അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്ത് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്ന് പറയുകയുണ്ടായി, ഞാൻ ഖുർആൻ വായിച്ചു തുടങ്ങിയിരിക്കുകയാണ്, എനിക്ക് ഖുർആനിൽ വലിയ താല്പര്യമുണ്ട്, അതിയായ താല്പര്യം
താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ ഗുന്നാർ എറിക്സൺ എന്ന് പറയുന്ന സഹോദരൻ ഖുർആനിനെ പഠിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ നാട്ടിലെ ലൈബ്രറികളിലേക്ക് പോയി അദ്ദേഹം ഖുർആന്റെ പരിഭാഷകൾ വാങ്ങി. അദ്ദേഹം അത് വായിച്ച് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയുണ്ടായി. അങ്ങനെ 1950 അദ്ദേഹം മുസ്ലിം ആവാൻ തീരുമാനിച്ചെങ്കിലും അദ്ദേഹം ഇസ്ലാമിനെ ഒന്നും കൂടി ആഴത്തിൽ പഠിച്ചിട്ട് അതിനുശേഷം ഇസ്ലാം സ്വീകരിക്കാമെന്ന് പറയുകയും 1952 അദ്ദേഹം മുസ്ലിം ആവുകയുണ്ടായി. മാത്രമല്ല അത് കഴിഞ്ഞില്ല, അദ്ദേഹം അതിന്റെ താഴെ എഴുതി ചേർക്കുന്നുണ്ട്, ഇസ്ലാമിന്റെ യുക്തി ഭദ്രതയാണ് എന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനുള്ള കാരണമെന്ന് അദ്ദേഹം എഴുതി ചേർക്കുകയുണ്ടായി. കോമൺ സെൻസിനെ തിരസ്കരിക്കുന്ന യാതൊന്നും ഇസ്ലാമിലില്ലെന്ന് അദ്ദേഹം എഴുതി ചേർക്കുകയുണ്ടായി. സഹോദരന്മാരെ, നാം ചിന്തിക്കേണ്ടതുണ്ട്, ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൽ യുക്തിയുടെ പിറകിൽ പോകുന്ന മുസ്ലിം സമൂഹമേ നാം വളരെയേറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുദ്ദേശത്തിന്റെ പേരിലാണ് നാം യുക്തിയുടെ പിറകിൽ പോകുന്നത്? ഈ പരിശുദ്ധ ഇസ്ലാമിനെ ഉപേക്ഷിച്ചിട്ട് യുക്തിയുടെ പിറകിൽ പോകുന്നത് എന്തിനാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കൊരു നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജാശി രാജാവിന്റെ ദർബാറിലേക്ക് കടന്നു പോയപ്പോൾ ചുറ്റും പുരോഹിതന്മാരാൽ നിറഞ്ഞിരിക്കുകയാണ്. ചുറ്റും കൈസറ പുരോഹിതന്മാരാൽ നിറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അവിടുന്ന് പറഞ്ഞു, ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്യുകയാണ് ചെയ്തത്. ഖുർആൻ പാരായണം ചെയ്ത് മാത്രമല്ല, അവരുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയും അവിടുന്ന് ഒരു ഭയം നിമിത്തം കൂട്ടക്കരച്ച് ഉയരുകയാണ് ചെയ്തത്. സഹോദരന്മാരെ, ഈ ഒരു ഖുർആൻ ഓതിയതിന്റെ പേരിൽ അത് കേട്ടതിന്റെ പേരിൽ അവരുടെ ഹൃദയത്തിൽ മാറ്റം സംഭവിക്കുകയാണ് ചെയ്തത്. ഇത്രയും അമാനുഷികതകൾ നിറഞ്ഞ ഖുർആൻ, ഈ ഖുർആൻ എന്തുകൊണ്ടാണ് നാം ബഹുമാനിക്കാത്തത്? ഈ ഖുർആൻ എന്തുകൊണ്ടാണ് നാം ആദരിക്കാത്തത്? അതുപോലെ തന്നെ അദ്ദേഹം നജാശി രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് 70 കൈസറ പുരോഹിതന്മാരാൽ അയക്കുകയുണ്ടായി. എന്തിനു വേണ്ടി? ഇസ്ലാമിനെ പഠിക്കുന്നതിന് വേണ്ടി, ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുകയും അവരുടെ കണ്ണുകൾ തുറന്നായി നിറഞ്ഞൊഴുകുകയാണ് ഉണ്ടായത്. ഇതെല്ലാം അവരുടെ ഉള്ളിൽ നിന്നുള്ളൊരു ഭയമാണെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹമേ നാം എല്ലാവരും പിന്നോട്ട് പോകുന്നത്? ഖുർആനിനെ ബഹുമാനിക്കാത്തത്, ഖുർആനിനെ വലിച്ചെറിയുന്നത് നാം വളരെയേറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം എന്തിനാണ് ഖുർആനെ വലിച്ചെറിയേണ്ടിയിരിക്കുന്നത് എന്നത്. എന്നാൽ ഇനി നാം ഖുർആന്റെ ശാസ്ത്രങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ആധുനിക ശാസ്ത്രം ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മിയായ നബികളിലേക്ക് അവതരിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളാണ് ഇന്ന് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് റബ്ബ് സുബ്ഹാനഹു വ തആല ഉമ്മിയായ പ്രവാചകരിലേക്ക് അയക്കുകയാണ് ഉണ്ടായത് ഈ പരിശുദ്ധ ഖുർആനെ. ഡാർക്ക് ഏജ് എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് ഇവിടെയെല്ലാം ഞാൻ ചിന്തിക്കേണ്ട വലിയൊരു കാര്യം ഇരിക്കുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധ ഖുർആൻ ആധുനിക ശാസ്ത്രങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലതും 1400 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്, പറഞ്ഞ കാര്യങ്ങളാണ്, അവതരിപ്പിച്ച കാര്യങ്ങളാണ്. എന്നാൽ ഒരിക്കലും നാം അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, ഖുർആൻ എന്നുള്ളത് ഒരിക്കലും ഒരു ശാസ്ത്ര ഗ്രന്ഥമേ അല്ല, മറിച്ച് ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയ ഗ്രന്ഥമാണ്. ഒരിക്കലും ശാസ്ത്ര ഗ്രന്ഥം എന്ന് പറയാൻ പാടില്ല, ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയ ഗ്രന്ഥമാണ്. 6000-ൽ പരം ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയ ഈ ഗ്രന്ഥത്തിൽ 1000-ലേറെ ശാസ്ത്രവുമായി ബന്ധമുണ്ടെന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനവധി ശാസ്ത്ര സത്യങ്ങൾ ഖുർആനിലൂടെ വിശദീകരിച്ച് നൽകുകയുണ്ടായി, പറയുകയുണ്ടായി. ആധുനിക ശാസ്ത്രം ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതും ഖുർആനിന്റെ അജീയ ശക്തിയെ വിളിച്ചോതുമ്പോൾ ചിലരുടെ മതവിശ്വാസത്തിന് മാരകമായ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ഇന്നത്തെ ചുറ്റുപാടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആധുനിക സമൂഹം ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചതാണെന്ന് നമുക്ക് ശാസ്ത്രങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. പ്രപഞ്ച സൃഷ്ടിപ്പിനെ പറ്റി ശാസ്ത്രജ്ഞർ പറയുന്നത് ആകാശ ഭൂമികൾ പരസ്പരം പാതകാവസ്ഥയിലായിരുന്നുവെന്നും അവ പരസ്പരം കൂടിച്ചേർന്നായിരുന്നു എന്നതും പിന്നീട് അത് പൊട്ടിത്തെറിച്ച് ബിഗ് ബാങ് തിയറി എന്ന് അവർ വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് ഉണ്ടായത്, ഈ മഹാസ്ഫോടനം ഉണ്ടായത് 1400, 1450 അല്ലെങ്കിൽ 1300 വർഷങ്ങൾക്ക് മുമ്പായിരിക്കണമെന്നാണ് ഇന്നത്തെ ശാസ്ത്രജ്ഞർ
സൂചിപ്പിക്കുന്നത്. 1927 ജോർജ് ലാമിത്രയാണ് ഇതിനെ ആദ്യമായി കണ്ടുപിടിക്കുന്നത്. എന്നാൽ നാം ഖുർആനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, അവലം യറല്ലദീന കഫറൂ അന്നസ്സമാവാതി വൽ അർദ കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അവതരിച്ച കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞ കാര്യമാണ്. ആകാശ ഭൂമികൾ പരസ്പരം വാതകാവസ്ഥയിലായിരുന്നു, അതായത് കൂടിച്ചേർന്നതായിരുന്നു. പിന്നീട് നാമാണ് അതിനെ പൊട്ടിപ്പൊട്ടിപ്പിച്ചതെന്നും അതിനെ ആകാശ ഭൂമികളാക്കി മാറ്റിയതെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. സഹോദരന്മാരെ, സമയം ദീർഘിച്ചതിന്റെ പേരിൽ ഇവിടെ നിർത്തുകയാണ്. ഇനി ധാരാളം ശാസ്ത്ര സത്യങ്ങളുണ്ട്. നക്ഷത്രങ്ങളെ പറ്റി പറയുന്നതും അതുപോലെ തന്നെ ചന്ദ്രങ്ങളെ പറ്റി പറയുന്നതും ഒന്നും പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.